نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله فان خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم ബഹുമാന്യരായ സത്യവിശ്വാസികളും വിശ്വാസികൾ, അല്ലാഹുവിൻ്റെ നിയമവിധികൾ ജീവിതത്തിൽ ഉടനീളം സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. ഇതര ജീവജാലങ്ങളിൽ വ്യത്യസ്തമായി മനുഷ്യരായ നമ്മെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ആദരിച്ചു. വിശുദ്ധ ഖുർആൻ അതിപ്രകാരം പറയുന്നത്, വലക്കത് കർമ്മ ബനി ആദം സന്തതികളെ നാം ആദരിച്ചു, ബഹുമാനിച്ചു. ഈ ആദരവ് നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിൽ പരസ്പരവും വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. നമ്മുടെ സഹോദരങ്ങളെ, സമസൃഷ്ടികളെ വളരെ ബഹുമാനത്തോടെ ആദരവോടെ സമീപിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ ആദരിച്ചു പറയും എന്ന് പറയുമ്പോൾ ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് സവിശേഷതകൾ മനുഷ്യരായ നമ്മുടെയൊക്കെ തന്നെ അന്തരാളങ്ങളിലുള്ള ആശയങ്ങൾ മറ്റു ആളുകൾക്ക് കൈമാറാൻ സാധിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹമാണ്, വലിയൊരു ആദരവ്. നമ്മുടെ സംസാരം ഏറ്റവും മാന്യവും അതോടൊപ്പം തന്നെ പക്വതയോടുകൂടിയും ആയിരിക്കണം. പലപ്പോഴും മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന ഘടകമായി വർത്തിക്കാറുള്ളത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സംസാരത്തിൽ വന്ന ചില അപാകതകളായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മുടെ വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസാരം. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വ്യക്തമായി ഏത് രീതിയിലായിരിക്കണം വിശ്വാസികളുടെ സംസാരം എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ബനൂ ഇസ്രായേലിൽ നിന്ന് അല്ലാഹു ചില കരാറുകൾ സ്വീകരിച്ചു. അതുമായി ബന്ധപ്പെട്ട ഒരു സൂക്തമാണ് ഞാൻ നിങ്ങളെ കൂടി കേൾപ്പിച്ചത്. അത് ഇപ്രകാരമാണ്: വഇദ് അഖദ്നാ മീസാഖ ബനീ ഇസ്രായീല, ബനൂ ഇസ്രായേലിൽ നിന്ന് നാം ഒരു പ്രത്യേക കരാർ സ്വീകരിച്ചിരിക്കുന്നു. എന്താണ് ആ കരാർ? ഒന്നാമതായി ലാ തഅബ്ദൂന ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റ് ഒരു ശക്തിയെയും അവർ ആരാധിക്കരുത് എന്നതാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നതാണ്. മാതാപിതാക്കൾ മാത്രമല്ല, വദിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക്, വൽ യതാമ, അനാഥകൾക്ക്, വൽ മസാകീൻ, അഗതികൾ. തുടർന്നുകൊണ്ട് അല്ലാഹു പറയുവാൻ, ഖുലൂ ലിന്നാസി ഹുസ്ന, നിങ്ങൾ ആളുകളോട് ഏറ്റവും നല്ലത് മാത്രമേ പറയാവൂ, ഏറ്റവും നല്ല വർത്തമാനമാണ് നിങ്ങൾ ആളുകളോട് സംസാരിക്കുമ്പോൾ പറയേണ്ടത്. അപ്പോൾ അവരിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ അവർക്ക് അനിവാര്യമായി ഉണ്ടാകേണ്ട, അവർ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ചില കരാറുകൾ സ്വീകരിച്ച സന്ദർഭത്തിൽ ആ കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞ ഒരു കാര്യമാണ്
ലിന്നാസി ഹുസ്ന, ഏറ്റവും നല്ല രീതിയിൽ ആളുകളോട് സംസാരിക്കുക. അപ്പോൾ നമ്മുടെ സംസാരം വളരെ മധുരതരമാക്കേണ്ടതുണ്ട്. ആളുകൾക്ക് ആശ്വാസം നൽകുന്ന, ആളുകൾക്ക് നന്മ ഉണ്ടാകാൻ അവർക്ക് ആഗ്രഹം തോന്നുന്ന, വീണ്ടും നമ്മളുമായി ഇടപഴകുവാൻ അവരെ താല്പര്യം ജനിപ്പിക്കത്തക്ക രീതിയിലായിരിക്കണം നമ്മുടെ സംസാരം. വിശുദ്ധ ഖുർആൻ ചില സന്ദർഭങ്ങളിൽ വളരെ ധിക്കാരികളായ ആളുകളോട് സംസാരിക്കേണ്ട രീതിയിൽ പരാമർശിക്കുന്നുണ്ട്. ഫിർഔൻ അന റബ്ബുക്കുൽ അഅല, ഞാനാണ് ഏറ്റവും ഉന്നതനായ രക്ഷിതാവ് എന്ന് പറഞ്ഞ ധിക്കാരത്തിന്റെ അങ്ങേയറ്റത്ത് അതിന്റെ പരമമായ ചിന്താഗതിയുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കുവാൻ വേണ്ടി മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവരെ നിയോഗിച്ച സന്ദർഭത്തിൽ അല്ലാഹു പറയുന്നത് നിങ്ങൾ രണ്ടുപേരും അയാളോട് വളരെ നൈർമല്യത്തോടുകൂടി, വളരെ മാന്യമായി, വളരെ നല്ല നിലയിലായിരിക്കണം സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾ ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഭക്തിയുള്ളവനാവുകയോ ചെയ്തേക്കാം. അപ്പോൾ ഒരാളുടെ സംസാരം എന്നുള്ളത് അത് ഏത് മനുഷ്യനായോടായാലും ഏറ്റവും മാന്യമായിരിക്കണം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെയൊക്കെ തന്നെ അടിവരയിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇത് നോക്കൂ, ഖൗൽ എന്ന പദപ്രയോഗം നടത്തിയ വിശുദ്ധ ഖുർആനിലെ മറ്റൊരു സന്ദർഭമാണ് നമ്മുടെ മാതാപിതാക്കളോടുള്ള സംസാര മധ്യം. നമ്മൾ ആലോചിച്ചു, പലപ്പോഴും നമ്മൾ കയർത്ത് സംസാരിക്കാറുള്ളത് നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളോട്, വീടകങ്ങളിൽ മക്കളോട്, ഭാര്യയോട്, അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളോടൊക്കെയാണ് നമ്മൾ കൂടുതൽ കയർത്ത് സംസാരിക്കാനുള്ള ഇടയുള്ളത്. പുറത്തിറങ്ങുന്ന സന്ദർഭത്തിൽ നമുക്ക് പരിചയമുള്ള ആളുകളെ അങ്ങനെ അകറ്റണ്ട എന്ന ചിന്താഗതിയോടോ അല്ലെങ്കിൽ നമ്മുടെ മാന്യത ആ രീതിയിലാണ് എന്ന ചിന്തയോടുകൂടിയോ നാം ചിലപ്പോൾ മര്യാദക്കാണ് സംസാരിക്കും. പക്ഷെ വീട്ടിൽ അവിടെ ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മുടെ ആ അത്തരത്തിലുള്ള മാന്യമായ വാക്കുകൾ, ഇടപെടലുകൾ ഇല്ലാതെ പോയി. മാതാപിതാക്കളോട് സംസാരിക്കേണ്ട രീതിയെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ഖുർആൻ പറഞ്ഞു, ഏറ്റവും മാന്യമായ, ഏറ്റവും ഉന്നതമായ വാക്കുകളായിരിക്കണം അവരോട് രണ്ടുപേരോടും നിങ്ങൾ പറയേണ്ടത്. മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ വിശദീകരിക്കുന്ന സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആൻ ഈ കാര്യം പ്രത്യേകം പരാമർശിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാക്കുകൾ അത് ഏറ്റവും മനോഹരമായിരിക്കേണ്ടത്, പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ എല്ലാവരോടും ആ രീതിയിലായിരിക്കണം എന്നുള്ളത് മുമ്പുള്ള ആയത്തുകളിൽ അല്ലാഹു സൂചിപ്പിച്ചതായി നാം പറയുകയാണ്. ഇനി നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ അത് ഏറ്റവും ഉദാത്തമാകണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. കർമ്മങ്ങൾ ഏറ്റവും നന്നായി തീരുവാൻ എന്താണ് നാം ചെയ്യേണ്ടത്? ഖുർആൻ അതിലേക്ക് വിരൽചൂണ്ടുന്നത് ഇപ്രകാരം: യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, ഏറ്റവും മാന്യമായ, ഏറ്റവും നല്ല വാക്കുകൾ പറയുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങൾ നന്നായി തീരും, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ. അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നു, അത്തരം ആളുകൾ വലിയ മഹത്തായ വിജയം കൈവരിച്ചു. ഇവിടെ നമ്മുടെ വാക്കുകൾ ഏറ്റവും നന്നാവണം. സദീദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ വാക്കുകൾ ഏറ്റവും നല്ലതാണ്. ആ നല്ലതാവണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് വേണ്ട കാര്യമാണ് തഖ്വാബോധം, സൂക്ഷ്മതാബോധം. അല്ലാഹു ആ കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിച്ചതിന് ശേഷമാണ് ഈ കാര്യം പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, വഖൂലൂ ഖൗലൻ സദീദ, ഏറ്റവും നല്ല വാക്കുകൾ പറയുകയും ചെയ്യും. നമ്മുടെ സ്വർഗപ്രവേശനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവ് അത് വളരെ വലിയ മുഖ്യമായ പങ്ക് വഹിക്കുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു വ്യക്തി രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതിനെ അതുപോലെ തന്നെ രണ്ട് കാലുകൾക്കിടയിലുള്ളതിനെ എനിക്ക് ജാമ്യം നൽകുന്നു എങ്കിൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തെറ്റുകൾ ചെയ്യുകയില്ല എന്ന് വാഗ്ദാനം ചെയ്യുന്നുവെങ്കിൽ അത്തരം ആളുകൾക്ക് ഞാൻ സ്വർഗം വാഗ്ദാനം ചെയ്യും. നമ്മുടെ താടിയല്ലുകൾക്കിടയിലുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവ്, ആ അവയവം ഏറ്റവും മാന്യമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. നാം എന്തെങ്കിലും സംസാരിക്കുന്നെങ്കിൽ ഏറ്റവും നല്ലത് പറയും, അല്ലെങ്കിൽ വിടാതിരിക്കുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലയസ്കുത്. ആർ അല്ലാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ അത്തരം ആളുകൾ ഏറ്റവും നല്ലത് പറയുക, അല്ലെങ്കിൽ വിടാതിരിക്കുക. മിണ്ടാതിരിക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട്. എപ്പോഴും സംസാരിക്കണമെന്നില്ല. പലപ്പോഴും പല സന്ദർഭങ്ങളിലും മൗനമായിരിക്കും ഏറ്റവും ഗുണകരമായത്. നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകണം. പല കാര്യങ്ങളും നമ്മൾ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ വലിയ എന്തോ അപാകത സംഭവിക്കുമെന്നുള്ള ചിന്താഗതിയാണ് നമുക്കൊക്കെ ഉള്ളത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലൊക്കെ ഇടപെടുന്ന സന്ദർഭത്തിൽ
ഒരു മെസ്സേജ് തന്നാൽ നമുക്ക് ലഭിച്ചാൽ അത് മറ്റാർക്കെങ്കിലും കൈമാറിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു വലിയ അപാകത ഉള്ളത് കൊണ്ട് തന്നെ നാം വളരെ പെട്ടെന്ന് തന്നെ അത് ഫോർവേഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അത് സംസാരത്തിന്റെ മറ്റൊരു രീതിയാണ്, കമ്മ്യൂണിക്കേഷന്റെ മറ്റൊരു രീതിയാണ്. യഥാർത്ഥത്തിൽ അതുകൊണ്ട് എന്ത് ഗുണമുണ്ട് എന്ന ആലോചന നമുക്കുണ്ടാവേണ്ടതുണ്ട്. പ്രമുഖ തത്വചിന്തകനായ സോക്രട്ടീസ്, അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയുണ്ടായി, എനിക്ക് ഒരാളെ കുറിച്ച് താങ്കളോട് ഒരു കാര്യം പറയാനുണ്ട്. ആ സന്ദർഭത്തിൽ സോക്രട്ടീസ് അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, അത് പറയുന്നത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, എനിക്ക് പ്രത്യേകമായ ഗുണമൊന്നുമില്ല. ആരെ കുറിച്ചാണ് പറയുന്നത്? അയാൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? അയാൾക്ക് ഗുണമില്ല. കേൾക്കുന്ന എനിക്ക് വല്ല ഗുണമുണ്ടോ? താങ്കൾക്കും ഗുണമുണ്ടാവില്ല. എങ്കിൽ താങ്കൾ എന്തിനത് പറയണമെന്ന് പറഞ്ഞു അയാൾ തിരിച്ചയപ്പി. നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് നാം ചിന്തിക്കേണ്ടതില്ല, ഈ പറയുന്ന കാര്യം കൊണ്ട് എനിക്കെന്ത് ഗുണമുണ്ട്, അല്ലെങ്കിൽ ഈ കേൾക്കപ്പെടുന്ന ആരോടാണ് പറയുന്നത് അയാൾക്ക് എന്ത് നേട്ടമാണ് അതുകൊണ്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നാം അത് പറയുന്നത് ആലോചിക്കേണ്ടത്. വളരെ ആലോചനയോടുകൂടിയാണ് നമ്മുടെ വാക്കുകൾ പ്രയോഗിക്കുന്നത്. സംസാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളാണ് പുറത്തു വരുന്നത്. ഒരു വ്യക്തിയുടെ സംസാരം മാന്യമാണ് എന്ന് പറഞ്ഞാൽ അയാളുടെ ചിന്തകൾ മാന്യമാണ് എന്നാണ്. പ്രത്യക്ഷത്തിൽ സംസാരത്തിലൂടെ നാം കേൾക്കുന്നത് അമാന്യമായ അല്ലെങ്കിൽ വില കുറഞ്ഞ വർത്തമാനമാണെങ്കിൽ അയാളുടെ മാനസികമായ നിലയും ആ രീതിയിൽ തന്നെയാണ് എന്നാണ് നാം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മാന്യമായി നമുക്ക് സംസാരിക്കാൻ കഴിയണം. സംസാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നാവ് കൊണ്ടുള്ള വാക്കുകൾ മാത്രമല്ല, നമ്മുടെ ശരീരഭാഷയും അതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ്. ആളുകളെ പുച്ഛഭാവത്തോടുകൂടി നോക്കുകയും അല്ലെങ്കിൽ പുച്ഛമായ ചിന്താഗതികൾ വെച്ച് പുലർത്തുകയും ചെയ്യുന്ന തരത്തിൽ നാം സംസാരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈമാനിന് ചില കോട്ടങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് നൽകുന്ന ചില ഉപദേശങ്ങൾ, ആ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നീ ഒരിക്കലും ആളുകളോട് മുഖം കോട്ടരുത്. മുഖം കോട്ടുക എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്നത് നമുക്ക് അനിഷ്ടകരമായി തോന്നുകയും മുഖം തിരിച്ചു കളയുകയും ചെയ്യുക, അല്ലെങ്കിൽ അയാളെ പരിഗണിക്കാതിരിക്കുക. ഇയാൾ ഇത് പറയാൻ ആരാണ്, വളരെ നിസ്സാരനായ ഒരു വ്യക്തിയല്ലേ എന്ന് തോന്നൽ. നമ്മുടെ സ്റ്റാറ്റസിനും നമ്മുടെ പദവിക്കും അല്ലെങ്കിൽ സമൂഹത്തിലുള്ള നമ്മുടെ സ്ഥാനത്തിനൊന്നും ചേർന്ന വ്യക്തിയല്ല ആ വ്യക്തി. അതുകൊണ്ട് തന്നെ അയാളോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഒരു തരത്തിലുള്ള മുഖം തിരിക്കൽ, ഒരു തരത്തിലുള്ള അവഗണന അത് ഉണ്ടാവരുത് എന്നാണ് ആ തത്വജ്ഞാനി തന്നെ പകരം നൽകുന്ന പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ. അതുപോലെ തന്നെ വല്ലാത്ത മറഹ, ഭൂമിയിലൂടെ നീ അഹങ്കരിച്ച് നടക്കുക. അഹങ്കരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ബാക്കിയുള്ളവരൊക്കെ എന്നേക്കാൾ ചെറുതാണ് എന്ന് തോന്നലാണ്. അത് ചിലപ്പോൾ നമ്മുടെ വൈജ്ഞാനികമായ മുന്നേറ്റം, നാം വലിയ ഡിഗ്രി ഹോൾഡേഴ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ സാമ്പത്തികമായി നാം വലിയ നിലയിലുള്ള വ്യക്തിയായിരിക്കാം, സാമൂഹ്യമായ നമ്മുടെ പദവി ഉയർന്നതായിരിക്കാം. ആളുകൾ അതിന് താഴെയാണ് എന്ന് തോന്നൽ. കിബർ എന്ന് പറഞ്ഞാൽ, അഹങ്കാരം എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വിശദീകരണം നൽകിയത് അൽ കിബറു ബത്റുൽ ഹഖി വഗംതുൻ നാസ്, ആളുകളെ ചെറുതായി കാണുകയും അതുപോലെ തന്നെ സത്യത്തെ തള്ളിക്കളയുമാണ്. നമ്മുടെ മനസ്സിൽ ഒരു വ്യക്തി, മറ്റൊരു വ്യക്തി, അയാൾ ഏത് തരത്തിലുള്ള വ്യക്തിയാവട്ടെ, അയാൾ നിസ്സാരനായി തോന്നുന്നു എങ്കിൽ ഒരു തരത്തിലുള്ള അഹങ്കാരമാണ്. അതാണ് ഇവിടെ ആ മഹൽ വ്യക്തി തന്റെ മകനോട് പറയുന്ന കാര്യം. അങ്ങനെ നിന്റെ മുഖത്തെ തിരിച്ചു കളയരുത്, അതുപോലെ തന്നെ ഭൂമിയിലൂടെ അഹങ്കാരപൂർവ്വം നടക്കുകയും. എന്നിട്ട് അല്ലാഹു പറയുന്നു, അങ്ങനെ അഹന്ത നൽകുന്ന അല്ലെങ്കിൽ ദുരഭിമാനം കൊള്ളുന്ന, തനിക്കുള്ള വസ്തുവകൾ അല്ലെങ്കിൽ തനിക്കുള്ള മറ്റു നേട്ടങ്ങളിൽ മറ്റുള്ളവരെ കേൾപ്പിക്കത്തക്ക രീതിയിൽ, മറ്റുള്ളവരെ പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ, തനിക്ക് ആനന്ദം ലഭിക്കുന്ന രീതിയിലുള്ള ദുരഭിമാനം കൊള്ളൽ, അത് അഹങ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് അല്ലാഹു സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ശരീരഭാഷയും നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റൊരു രീതിയിലാകാൻ പോകണ്ട. സംസാരം ഏത് രീതിയിൽ മാന്യമാവണം, അതോടൊപ്പം തന്നെ ആയിരിക്കണം നമ്മുടെ ശരീരഭാഷ. ശരീരഭാഷ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരാളോട് കേൾക്കുന്ന സന്ദർഭത്തിൽ വളരെ വിനയാന്വിതമായ കാര്യങ്ങൾ കേൾക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തുടർന്നുകൊണ്ട് ആ തത്വജ്ഞാനി തന്റെ മകന് വീണ്ടും നൽകുന്ന ഉപദേശം ശ്രദ്ധിച്ചു. നീ നടത്തത്തിൽ വളരെ മിതത്വം കാണിക്കണം, അതുപോലെ തന്നെ നിന്റെ ശബ്ദം താഴ്ത്തേണ്ടതാണ്. ചില സന്ദർഭത്തിൽ നാം സംസാരിക്കുമ്പോൾ അനാവശ്യമായ നമ്മുടെ ശബ്ദങ്ങൾ ഉയർന്നേക്കാം. അത്തരത്തിലുള്ള അനാവശ്യമായ ശബ്ദത്തിന്റെ ഉയർച്ച എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുകയാണ്, ഇന്ന അൻകറൽ അസ്വാതിൽ സൗതുൽ ഹമീദ്, ഏറ്റവും വെറുക്കപ്പെട്ട ശബ്ദം എന്ന് പറഞ്ഞാൽ കഴുതയുടെ ശബ്ദമാണ്. അപ്പൊ നമ്മൾ അട്ടഹസിച്ച് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ലാതെ ശബ്ദബഹളം ഉണ്ടാക്കി സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായ ഒരു രീതിയാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ
വളരെ മിതത്വം പാലിക്കുവാൻ, ശബ്ദം കുറച്ച് പറയുവാൻ, ആവശ്യത്തിന് മാത്രം സംസാരിക്കാനുള്ള ഒരു പതിവ് നമ്മുടെ ജീവിത ശൈലിയായി നാം രൂപാന്തരപ്പെടുത്തണം. ഒരിക്കലും അനാവശ്യമായി ആളുകളെ ഇടങ്ങാറാക്കുന്ന, അല്ലെങ്കിൽ അവരെ അപഹസിക്കുന്ന, അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ നമ്മളിൽ നിന്ന് ഒരിക്കലും പുറത്തു വരും. നമ്മൾ ആലോചിച്ചു, ചില സന്ദർഭങ്ങളിൽ നമ്മുടെ തന്നെ ചില വാക്കുകളിലൂടെ ആളുകൾ ജീവച്ഛവമായി പോയേക്കാം. നമുക്ക് ആളുകളെ വളർത്തുവാൻ സാധിക്കും നമ്മുടെ നാവിലൂടെ, അതുപോലെ തന്നെ ആളുകളെ തളർത്തുവാൻ കഴിയും. ഒരാളുടെ കോൺഫിഡൻസ് ലെവൽ അത് 0 ആക്കുവാൻ നമ്മുടെ ചില വാക്കുകൾ മതിയാകും. അതുപോലെ തന്നെ അയാളെ വളർത്തിക്കൊണ്ടുവരുവാൻ അതും നമ്മുടെ വാക്കുകളിൽ കൂടെ തന്നെ സാധിക്കും. മഴയെ പോലെയാവണം നമ്മുടെ വാക്കുകൾ. മഴ നിർവഹിക്കുന്ന കർമ്മം എന്താ നമ്മൾ ആലോചിച്ചു? ഭൂമി വരണ്ടുണങ്ങിക്കിടക്കുന്നു. അതിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്തായ മഴ പെയ്യുന്നതോടുകൂടി അതിൽ സസ്യലതാദികൾ വളരെ മനോഹരമായി വളർന്നു വരുന്നു. അതേ രീതിയിലായിരിക്കണം നമ്മുടെ വാക്കുകൾ. വാക്കുകളിലൂടെ ആളുകൾ വളർത്തപ്പെടേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളോടൊക്കെ തന്നെ നമ്മൾ ഇടപഴകുന്ന സന്ദർഭത്തിൽ വളരെ കൃത്യമായി ആലോചിച്ച് വേണം അവരോട് നാം സംസാരിക്കുവാൻ. അവരുടെ കോൺഫിഡൻസിനെ താഴേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ ഒരിക്കലും നാം സംസാരിച്ചുകൂടാ. ചില സന്ദർഭത്തിൽ അവർ നമ്മുടെ ചിന്താഗതിക്കനുസരിച്ച്, അല്ലെങ്കിൽ അവരെ നാം ഏത് നിലക്ക് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു, അതിനനുസൃതമായി അവർ വളർന്നിട്ടുണ്ടാവുകയില്ല. നാം ആഗ്രഹിച്ച അച്ചീവ്മെന്റ് ഒരു മേഖലയിൽ അവർ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അവൾക്ക് അതിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അവരെ വളരെയധികം ഇകഴ്ത്തുന്ന രീതിയിൽ, എന്തിനു കൊള്ളാമെന്ന രീതിയിൽ സംസാരിക്കുന്നുവെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ മാനസിക പ്രയാസമുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഈ അടുത്ത് എന്നോട് ഒരു കുട്ടി സംസാരിക്കുകയുണ്ടായി. മാർക്ക് കുറഞ്ഞു പോയാൽ ആഴ്ചകളോളം എൻ്റെ ഉപ്പ എന്നോട് മിണ്ടുകയില്ലായി. നമ്മൾ ആലോചിച്ചു, ആ കുട്ടി വളരെ വിഷമത്തോടു കൂടിയാണ് പറഞ്ഞത്. ഈ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് എനിക്ക് ലഭിക്കുന്ന മാർക്ക് അല്പം കുറഞ്ഞു പോയാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് മുഴുവൻ മാർക്ക് ലഭിക്കുക ചിലപ്പോൾ പ്രയാസകരമായി. നമ്മൾ ആലോചിച്ചു, നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും കുട്ടികൾക്ക് 100% മാർക്ക് ലഭിക്കണമെന്ന് ചിന്തിക്കുന്ന രക്ഷിതാവ് അദ്ദേഹത്തിന്റെ പഠനകാലത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും SSLC പരാജയപ്പെട്ട, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ മാർക്ക് ലഭിക്കുന്ന ഈ രക്ഷിതാവായിരിക്കും വലിയ ഗിർവാണ പ്രസംഗം മക്കളുകൊണ്ട് നടത്തുന്നത്. അവിടെ നമുക്ക് അവർക്ക് മാതൃകയാകാൻ കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല. വളരെ കൃത്യമായി അവരെ മനസ്സിലാക്കി അവർക്ക് വീണ്ടും പരിശ്രമിക്കുവാൻ, പ്രചോദനം നൽകുന്ന രീതിയിൽ സംസാരിക്കുവാൻ നമുക്ക് സാധിച്ചാൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവർ ഉയർന്നു വരുന്നത്. ഇനി അങ്ങനെ മാർക്ക് ലഭിച്ചില്ല, നാം ചിന്തിക്കുന്ന രീതിയിൽ അവർ ഉയർന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന തിരിച്ചറിവ് നമ്മുടെ മക്കൾക്കും ഉണ്ടാവേണ്ടത്, മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാർക്കല്ല ഈ ലോകത്ത് വലുത്. അവരെ ചേർത്ത് പിടിക്കുവാൻ, ഇതിനേക്കാൾ വലുത് നിനക്ക് നേടിയെടുക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ വാക്കുകളിലൂടെ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ വാക്കുകൾ അത് മരുന്നിന് സമാനമാണ്. ഒരാളുടെ രോഗം മാറ്റുവാൻ, ഒരാൾക്ക് ആശ്വാസം ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയേണ്ടത്. നമ്മൾ ആലോചിച്ചു, ചില സന്ദർഭത്തിൽ നമ്മുടെ ഒരു നല്ല വാക്കായിരിക്കും ഒരു മനുഷ്യനെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുന്നത്. നാം ചിലപ്പോൾ ആ പറഞ്ഞത് മറന്നുപോയിട്ടുണ്ടാവും. പിൽക്കാലത്ത് അയാൾ അത് മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കുകയും ഉയർന്നു പോവുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അയാളുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നല്ല വാക്കുകൾ പറയുവാൻ, നന്നായി സംസാരിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ വാക്കുകൾ ഓരോന്നും വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇത് ഓരോ മനുഷ്യന്റെയും മുഴുവൻ കർമ്മങ്ങളും ഇങ്ങനെ ഏറ്റെടുത്തുകൊണ്ടല്ലാതെ ഒന്നും അവന് മുന്നോട്ട് പോകുന്നില്ല. റഖീബും അതീദും അവരുടെ സാന്നിധ്യമില്ലാതെ ഒരു മനുഷ്യനും ഒന്നും തന്നെ ഒരിയാളുമില്ല. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ഓരോന്നും വളരെ കൃത്യമായി അളന്ന് കുറിച്ച് പറയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പാപങ്ങൾ കുറഞ്ഞു. നേരത്തെ പറഞ്ഞ ആയത്തിൽ അവിടെ 2 കാര്യങ്ങൾ നാം നന്നായി പറയുന്നത് കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ പറഞ്ഞു. ഒന്നാമതായി പറഞ്ഞത് അതുമൂലം നമ്മുടെ കർമ്മങ്ങൾ നന്നായി തീരും. രണ്ടാമതായി പറഞ്ഞത് നമ്മുടെ പാപങ്ങൾ അതുപോലെ പൊറുക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്നായി ഏറ്റവും മാന്യമായി ആളുകളോട് ഇടപഴകുവാൻ, സംസാരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ വാക്കുകൾ ഏറ്റവും നല്ല രീതിയിൽ നാവിനെ അതിന്റെ എല്ലാ അർത്ഥത്തിലും സൽവിനിയോഗത്തിന് വേണ്ടി വിനിയോഗിക്കാൻ നമുക്ക് കഴിയേണ്ടത്. ആളുകളുടെ അഭിമാനം എന്ന് പറഞ്ഞാൽ അത് സമ്പത്തിനെ പോലെ, ജീവനെ പോലെ പവിത്രമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇന്ന ദിമാഅകും വഅംവാലകും വഅറാദകും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹദാ ഫീ ബലദിക്കും ഹദാ ഫീ ശഹരിക്കും ഹദാ. നിങ്ങളുടെ രക്തം,
അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം പവിത്രമാണ്. ഈ മാസത്തെ പോലെ, ഈ ദിവസത്തെ പോലെ, ഈ പ്രദേശത്തെ പോലെ. നമ്മൾ ആലോചിച്ചു, ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങൾ ആദരിക്കുന്ന പ്രദേശമാണ് മസ്ജിദുൽ ഹറാം, അതിന്റെ പരിസരവും. അതുപോലെ തന്നെ പവിത്ര മാസങ്ങളിൽ വിശേഷിപ്പിച്ച 4 മാസങ്ങളിൽ ഒന്നാണ് ദുൽഹിജ്ജ മാസം. ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളും പവിത്ര ദിനമായി കൊണ്ടാടുന്ന ദിവസമാണ് യൗമു അറഫ. ആ ദിവസത്തിൽ വെച്ചാണ് പ്രവാചകൻ ഈ പ്രഖ്യാപനം നടത്തുന്നത്: നിങ്ങളുടെ രക്തം നിങ്ങൾക്ക് ഹറാമാണ്, നിങ്ങളുടെ സമ്പത്ത് പരസ്പരം പൂജിക്കുന്നത് നിങ്ങൾക്ക് ഹറാമാണ്. അപ്രകാരം തന്നെ നിങ്ങളുടെ അഭിമാനം അതിന് ക്ഷതം വരുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഹറാമാണ് എന്ന് പ്രവാചകൻ സൂചിപ്പിക്കുകയാണ്. മറ്റുള്ളവരുടെ ഇടയിൽ വെച്ച് ഒരാളെ തമാശക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി നാം ഇകഴ്ത്തുന്നു എങ്കിൽ അത് അയാളുടെ രക്തം ചിന്തുന്നത് പോലെ, അതുപോലെ തന്നെ അയാളുടെ സമ്പത്ത് കവർന്നെടുക്കുന്നത് പോലെ കുറ്റകരമാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരിക്കൽ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും: കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം ദമുഹു വമാലുഹു വഇറുഹു. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ, ഇവിടെ മുസ്ലിം എന്ന് പറയുന്നുണ്ട് എങ്കിൽ കൂടി എല്ലാ മനുഷ്യരുടെയും, അത് നമുക്ക് വിശുദ്ധ ഖുർആനിലെ മറ്റു ആയത്തുകളിലൂടെ കാണാൻ കഴിയും, മുഴുവൻ മനുഷ്യരുടെയും അഭിമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രീതിയിലുള്ള വാക്കുകൾ, പ്രയോഗങ്ങൾ നമ്മുടെ അടുക്കൽ ഉണ്ടാകരുത്. ചില സന്ദർഭത്തിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചില ന്യൂനതകൾ വ്യക്തിപരമായി ഉണ്ടാകാം. അയാളുടെ സംസാര ശൈലി, അല്ലെങ്കിൽ അയാളുടെ നടത്തത്തിൽ, അയാളുടെ നോട്ടത്തിൽ, അയാളുടെ പ്രകൃതി അത്തരത്തിലുള്ള ചില വീഴ്ചകളുണ്ടെങ്കിൽ, പോരായ്മകളുണ്ടെങ്കിൽ അത് എടുത്തു കാണിച്ച് അയാളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭൂഷണമല്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ വളരെ അനിവാര്യമായ ഒരു മേഖലയാണ് നമ്മുടെ സംസാരം. സംസാരമില്ലാത്ത ഒരു ജീവിതം നമുക്കില്ലല്ലോ. അവിടെ ഏറ്റവും നന്നായി സംസാരിക്കുവാൻ നമുക്ക് കഴിയരുത്. അതോടൊപ്പം തന്നെ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുവാനുള്ള മനസ്സാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. വീടകങ്ങളിലൊക്കെ തന്നെ എപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് മറ്റുള്ളവർ അത് കേട്ടുകൊണ്ടിരിക്കണം എന്ന് കേൾക്കുന്ന സംസാരിക്കുന്നതിന് ഒരു നാമം, ഒരു വായ നൽകിയിട്ട് കേൾക്കാൻ 2 കാതുകളും. സത്യവിശ്വാസികളുടെ ഗുണഗണങ്ങൾ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ, ബുദ്ധിമാന്മാരുടെ ഗുണഗണങ്ങൾ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ഖുർആൻ പറഞ്ഞത് അല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന അഹ്സനഹു. അവർ എല്ലാ നല്ല വാക്കുകളും കേൾക്കും, ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യും. അതുകൊണ്ട് കേൾവി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ ബിസി ഷെഡ്യൂളാണ് എല്ലാവരുടെയും ജീവിതം. ആളുകളുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ കേൾക്കുവാൻ, നിന്നുകൊടുക്കുവാൻ ഒരാളും ഇല്ലാതെന്നുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അവിടെ ഒരാൾ ഒരു പ്രയാസം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ള ഒരു അവസരം നാം നൽകി അത് കേൾക്കുകയും ചെയ്യുന്നതെങ്കിൽ അത് അവർക്കൊരു ആശ്വാസകരമാണ്. പ്രത്യേകിച്ച് പ്രായമായ ആളുകൾ, അതുപോലെ തന്നെ രോഗികൾ, അങ്ങനെയുള്ള ആളുകൾ, വർഷങ്ങളോളം ബെഡ്രിഡനായി കിടക്കുന്ന ആളുകൾ, അവരെ സന്ദർശിച്ച് അല്പനേരം അവരുടെ അടുത്തിരുന്ന് അവർ പറയുന്ന വാക്കുകൾ സാധൂതം ശ്രദ്ധിച്ച് ആശ്വാസവാക്കുകൾ ഒഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോരാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ അത് മഹത്തായ പ്രതിഫലാർഹമായ ഒരു കാര്യമാണ് എന്ന ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്ന രീതിയിൽ ഏറ്റവും മാന്യമായി, ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കുവാൻ നാം ശീലിക്കുക. അല്ലാഹു നമ്മെയും അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരികയാണ്. ആ അതിഥി വീട്ടിലെത്തിയതിനു ശേഷമല്ല സാധാരണ നാം മുന്നൊരുക്കങ്ങൾ നടത്താറ്. ആ അതിഥിയുടെ മാഹാത്മ്യവും ശ്രേഷ്ഠതയും അനുസരിച്ച് വളരെ മുമ്പേ നാം ഒരുക്കങ്ങൾ നടത്തും. വീട്ടിൽ അതിഥി എത്തുന്നതിന് തൊട്ടു മുമ്പ് നാം ഏറ്റവും മാന്യമായ വസ്ത്രം ധരിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ അതിഥിയെ സ്വീകരിക്കാറുള്ളത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമളാൻ ഒരു വിശ്വാസിക്ക് ആഹ്ലാദകരമായ സന്തോഷം നൽകുന്ന ഒരു അതിഥിയാണ്. ആ അതിഥി സമാഗതമാകുന്ന ഒരു സന്ദർഭമാണ് ശഅബാൻ മാസം. അവിടെ ആ അതിഥിയെ സ്വീകരിക്കുവാനുള്ള മുന്നൊരുക്കങ്ങൾ, അത് ഭൗതികമായ മുന്നൊരുക്കങ്ങൾ മാത്രമല്ല, ആത്മീയമായ മുന്നൊരുക്കങ്ങൾ ഈ സമയത്ത് ചെയ്യുവാൻ നമുക്ക് സാധിക്കേണ്ടത്. നമ്മൾ ആലോചിച്ചു, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എന്തൊരു നല്ല കാര്യത്തിന് നാം തീരുമാനമെടുക്കുമ്പോൾ ഒരു മുന്നൊരുക്കം നടത്തുന്നു എന്നതാണ്. സിറിയയിലെ ഒരു രാജാവ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഉണങ്ങിയ ഒരു വൃക്ഷത്തിന്റെ ചില്ലകൾ ആ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന ഒരു വൃത്തിയെ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു. പൂവോ കായോ കനികളോ ഒന്നും ഇല്ലാത്ത
സന്ദർഭത്തിൽ ആ വൃക്ഷത്തിന്റെ താഴ്ഭാഗം കൊത്തിക്കിളച്ച് വളരെ മനോഹരമാക്കി കിട്ടിയിരുന്നു. ആ സന്ദർഭത്തിൽ ആ രാജാവ് ഭൃത്യനോട് ചോദിക്കുകയാണ്, എന്തിനു വേണ്ടിയാണ് താങ്കൾ ഇത് ചെയ്യുന്നത്? ഈ മരത്തിൽ പൂവോ കായോ കരികളൊന്നും തന്നെ ഇല്ലല്ലോ. ഈ സന്ദർഭത്തിൽ ഇതിന്റെ ആവശ്യം എന്താണ്? അപ്പോൾ ആ ഭൃത്യൻ പ്രതികരിക്കുന്നത്, ഈ ശിശിരത്തിൽ ഇത് വളരെ മനോഹരമായി പരിപാലിക്കപ്പെട്ടാൽ വേണ്ടത്ര രീതിയിൽ അതിന്റെ അനാവശ്യമായ ചിലകളും മറ്റും പിഴുതെറിഞ്ഞ് അല്ലെങ്കിൽ ഇലകൾ പൊഴിഞ്ഞുപോയി പുതിയ ഇലകൾ ഉണ്ടാകത്തക്ക രീതിയിൽ അതിന് സംരക്ഷണം നൽകിയാൽ മാത്രമാണ് വസന്തത്തിൽ മനോഹരമായ പുഷ്പങ്ങൾ അതിൽ ഉണ്ടാവുന്നത്. റമദാനിന് തൊട്ടുമുള്ള ഒരു സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ വളരെ മനോഹരമായ അതിനുള്ള മുന്നൊരുക്കം നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. മാനസികമായ മുന്നൊരുക്കം, ശാരീരികമായ അതുപോലെ തന്നെ ഭൗതികമായ മറ്റു മുന്നൊരുക്കങ്ങൾ പലപ്പോഴും നാം നടത്താറുണ്ട്. തീർച്ചയായും അത് ഇസ്ലാമിക വിരുദ്ധവുമല്ല. അതിനപ്പുറം മാനസികമായ മുന്നൊരുക്കമാണ് നാം നടത്തേണ്ടത്. പ്രത്യേകിച്ച് റമദാൻ എന്ന് പറയുമ്പോൾ പശ്ചാത്താപത്തിന്റെ മാസമാണ്, തൗബയുടെ മാസമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. തൗബ സ്വീകരിക്കപ്പെടുന്ന ഉപാധികൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാൽ നമ്മുടെ വ്യക്തികളുമായി ചെയ്ത തെറ്റുകൾ ആരോടാണ് നാം ചെയ്ത് അവർ കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ പാപമോചനം ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല. അള്ളാഹുവുമായി നാം ചെയ്ത തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റു പറയുന്നതിലൂടെ അള്ളാഹു അത് കൊടുത്തു തന്നേക്കാം, പാപങ്ങൾ കൊടുക്കപ്പെട്ടേക്കാം. പക്ഷേ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് അത് വാക്കാൽ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുകളാൽ ഭൗതികമായ മറ്റെന്തെങ്കിലും കാര്യങ്ങളാൽ ഒരാൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതി, നേരത്തെ നാം പറഞ്ഞ സംസാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അകൽച്ച നാം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അയാളോട് പൊറുക്കലിനെ തേടുകയും അയാൾ നമുക്ക് പുറത്തു തരികയും ചെയ്യാതെ ഒരിക്കലും നമ്മുടെ പാപങ്ങൾ അള്ളാഹു അത് പുറത്തു തരികയില്ല എന്ന ചിന്ത നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മുന്നൊരുക്കം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആളുകളുമായിട്ടുള്ള ബന്ധം വളരെ നന്നാക്കുകയാണ്. ഏതെങ്കിലും ഒരു വ്യക്തികളുമായി ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ നമുക്ക് അഹിതകരമായ എന്തെങ്കിലും ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അവരെ കാണുകയും സംസാരിക്കുകയും അത് തീർപ്പാക്കുകയും ചെയ്തെങ്കിൽ മാത്രമാണ് നാം റമദാനിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇത്തരം മേഖലകളിൽ നാം ഇടപെടേണ്ടത്. വളരെ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നാം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് റജബ് എന്ന് പറഞ്ഞാൽ നിലമുഴുതുന്ന ഒരു സന്ദർഭമാണ്. അതുപോലെ തന്നെ ശഅബാൻ എന്ന് പറഞ്ഞാൽ ആ നിലമുഴുത് വിത്തിറക്കുകയും റമദാൻ അതിന്റെ ഫലം കൊയ്യുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ നാം മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കേണ്ട ഒരു സന്ദർഭമാണ്. നമുക്കറിയാം, റമദാൻ എന്ന് പറഞ്ഞാൽ അതിനെ വരവേൽക്കുന്നത് പ്രധാനമായും നോമ്പനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ ഖുർആൻ പാരായണം അതുപോലെയുള്ള ശ്രേഷ്ഠകരമായ കർമ്മങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ചില പരിശീലനങ്ങൾ ഈ മാസത്തിൽ നമുക്ക് ആരംഭിക്കാവുന്നതാണ്. അതുകൊണ്ട് മാനസികമായ എല്ലാ നിരക്കുമുള്ള ആ റമദാനിനെ വരവേൽക്കാനുള്ള ഒരു സന്നദ്ധത അതിനുവേണ്ടി നാം പ്രവർത്തിക്കുക. അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികൾ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ്. നമുക്കറിയാം, നമ്മുടെ ബഹുമാന്യനായ മുഹമ്മദ് ഫാറൂഖ് നമ്മുടെ ഈ പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന് ശാരീരികമായ ചില പ്രയാസങ്ങൾ ചെറുപ്പത്തിലുണ്ട്. അദ്ദേഹം ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉള്ള ചില ബുദ്ധിമുട്ടുകളിലാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നാം ഏവരും പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന് പൂർണ്ണമായ ആരോഗ്യം തിരിച്ച് ലഭിച്ച് നമ്മോടൊപ്പം കൂടുതൽ ആവേശത്തോടെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള സൗഭാഗ്യമുള്ളവർ നൽകിയ അനുഗ്രഹമാണ്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു കുട്ടി ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായി ആ കുട്ടിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനുള്ള ആവശ്യപ്പെടുന്നു. ആ കുട്ടിയുടെ രോഗമാണ് ആ കുടുംബത്തിന് സൗഖ്യവും സന്തോഷവും ആ കുട്ടിയിലൂടെ ഉണ്ടാകുന്ന എല്ലാവരും സൗഭാഗ്യമുള്ളവർ നൽകിയ അനുഗ്രഹമാണ്. നമ്മുടെ എല്ലാവരുടെയും വിവിധങ്ങളായ പ്രയാസങ്ങളും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾക്കും ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപങ്ങൾ, കുറ്റങ്ങൾ, വീഴ്ചകളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വിശ്വാസി സമൂഹത്തിന് നിന്നുള്ള മോചനം നൽകിയ അനുഗ്രഹമാണ്. വിശ്വാസികൾക്ക് പഴയകാല ഇസ്സത്തും പ്രതാപവും തിരിച്ചു നൽകിയിരിക്കുകയാണ്. അല്ലാഹു إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.
ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اصرف عنا عذاب جهنم ان عذابها كان غراما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا